Namaste. Sri Rajashekharan Nair. I'm Malvika Mohan. Welcome to Walk With Me. Thank you. So, എനിക്ക് ആദ്യം തന്നെ അറിയേണ്ടത് ഉദയസമുദ്ര എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റായിട്ട് ഇത് തുടങ്ങാനുള്ള കാര്യം എങ്ങനെയാണ്? ആക്ച്വലി ഞാൻ ബോംബെ പോയി ടൂറിസം എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റാലിറ്റിയിൽ ഒരു വർക്കറായിട്ട് ജോയിൻ ചെയ്തതാണ്. അപ്പോൾ ഞാൻ പഠിച്ച പണിയെന്ന് പറയുന്നത് ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഹോട്ടലിലൊരു സ്റ്റാഫ് സർവീസായിട്ട് പഠിച്ച് മാനേജ്മെൻറ്റ് ചെയ്ത് സ്വന്തമായിട്ട് ബോംബെ ഹോട്ടലിൽ ബിസിനസ്സൊക്കെ ചെയ്തിട്ട് എൻ്റെ നാട്ടിൽ വന്ന് എനിക്കറിയാവുന്നുള്ളൊരു തൊഴിൽ നാട്ടിൽ ചെയ്യണം. എൻ്റെ ലക്ഷ്യമാണ്. ഈ നാട് വിട്ട് പോകുമ്പോൾ തിരിച്ചു വരുമ്പം അമ്മ വർഷത്തിലൊരിക്കൽ വരുമ്പോൾ ഇത് പ്രായമാണ് ഇത് പോയത് ആദ്യം 17 വയസ്സിലാണ്. ആദ്യം പോയി ബോംബെ കേരള സമാജത്തിൽ പോയി അവരാണ് വിളിച്ചൊരു ഹോട്ടലിയറെ വെച്ച് ഹോട്ടൽ ജോലി തുടങ്ങിയത്. അപ്പോൾ ആ സമാജത്തിൻ്റെ പ്രസിഡന്റ് ഇപ്പം ഞാനാണ്, മാട്ടിങ്ങ. അപ്പോൾ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് വർഷത്തിലൊരിക്കൽ വരുമ്പോൾ തിരിച്ചു പോകാൻ സമയമാകുമ്പോൾ 2 ദിവസം മുമ്പേ അമ്മ പുറത്തൊഴിഞ്ഞ് തീർച്ചയാണ്. അപ്പം ഞാനും പോകുമ്പം ദുഃഖിതരാണ്. അപ്പം അമ്മയ്ക്ക് വാക്ക് അമ്മ പറയും, എത്ര വർഷം പ്രാവശ്യം എന്നെ ഇതേപോലെയൊക്കെ കരയിക്കും മോനെ എന്നൊക്കെ കേൾക്കും. അപ്പം പറഞ്ഞു, അമ്മ അത് ഞാൻ പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ തിരിച്ചു വരും, എനിക്ക് നഷ്ടപ്പെട്ട് ഞാൻ നാട്ടിന് തിരിച്ചു കൊടുക്കും, അതെൻ്റെ ലക്ഷ്യമാണ്. അപ്പം ഞാൻ ലോകത്ത് എവിടെയൊക്കെ കറങ്ങിയാലും ആദ്യമായിട്ട് ഞാൻ മൊറീഷ്യസിൽ പോയി ബീച്ചും ഇതുമൊക്കെ കണ്ട് അവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയൊക്കെ കണ്ട് അന്നും മൈൻഡിൽ എൻ്റെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ബീച്ചും ഇതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ തുടങ്ങി ആദ്യമായിട്ട് വന്നിട്ട് സമുദ്ര ബീച്ച് എന്ന് പറഞ്ഞ് കോവളത്ത്, അവിടെ അഴുക്കുചാലൊക്കെ ഉള്ളതാണ്. പിന്നെ ആ ബീച്ച് സൈഡിൽ കഞ്ചാവ് കച്ചവടവും കുറേ ഉണ്ടായിസൊക്കെ ഉണ്ട്. അതിലൊരു 50 സെൻറ്റിലൊരു 16 കോട്ടേജ് ഉള്ള അതാണ് ഞാൻ ആദ്യം ഒന്ന് മേടിച്ചത്. ആ സമുദ്ര ബീച്ച് എൻ്റെ വൈഫിൻ്റെ പേര് സിനിമയിൽ രാധയാണെങ്കിൽ ആക്ച്വൽ പേര് ഉദയചന്ദ്രിക എന്നാണ്. അപ്പോൾ ആ സമുദ്ര ബീച്ചും കൂടെ എടുത്തിട്ടാണ് ഉദയസമുദ്ര എന്ന് പറഞ്ഞ് വെച്ച് ഞാൻ ഫസ്റ്റ് കമ്പനി തുടങ്ങി. അതന്ന് 50 സെൻറ്റിൻ്റെ ആയിരുന്നു. പിന്നെ അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം ഞാൻ മൈൻഡിലുണ്ടായിരുന്നു. എനിക്ക് ഇത്രയ്ക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യമേ ചെയ്ത് പ്ലാനോട് അപ്രൂവൽ ചെയ്ത് ചെയ്യും. അങ്ങനെ ബിസിനസ് ചെയ്ത് ഇൻകം വന്ന് അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്ത് ആ തൊണ്ട് വേസ്റ്റൊക്കെ മാറ്റി അവിടെ മണ്ണ് ഫില്ല് ചെയ്ത് ഞാൻ പിന്നെ ഒരു ഐലൻഡ് പോലെ സമുദ്ര ബീച്ചിൻ്റെ മാക്സിമം സ്ഥലം ഇപ്പം എൻ്റെ കയ്യിലാണ്. അത് ഒരു കേരളത്തിൽ ഇപ്പം മാക്സിമം ഇൻവെൻറ്ററി ഉള്ള ഹോട്ടലായിട്ടും പിന്നെ ഡൊമസ്റ്റിക് ടൂറിസം ഒക്കെ ഞാൻ നാട്ടിൽ കൊണ്ടുവന്ന് ഒരു കോവളത്തെ ഒരു ഡെസ്റ്റിനേഷനൊക്കെ ആക്കിയെന്നുള്ളതാണ്. അങ്ങനെയാണ് ഉദയസമുദ്ര എന്ന് പറഞ്ഞൊരു ഫാം. അപ്പോൾ എൻ്റെ എല്ലാ ഫാമുകളിലും ഇതും ഉദയ പാലസ്, ആലപ്പിയിൽ ഉദയ ബാക്ക് വാട്ടർ, ഇപ്പോൾ വാഗമൽ അപ്കമ്മിങ് ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഉദയ ഹിൽ. ഇപ്പം കൊച്ചിൻ എയർപോർട്ടിൽ ഇപ്പോൾ വന്നുണ്ട് ഉദയ സ്വീറ്റ്സ്, ശംഖുമുഖത്തും ഉദയ സ്വീറ്റ്സ് ഒക്കെയാണ്, ഉദയ സ്കൈ കിച്ചൺ. അങ്ങനെയുണ്ട്. എൻ്റെ സ്കൂൾ മാത്രം സായി കൃഷ്ണ എന്ന് പറഞ്ഞു, അതൊരു ഞാൻ ഷിർഡി സായിബാബേനെ, അതും ദൈവം എന്നെ വിളിച്ച് തന്നാണ്. ഒരു ബാങ്ക് ലേലം ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് തിരിച്ച് തന്നാണ്. അത് സായി കൃഷ്ണയാണ്. അതിനൊരു വില്ലേജിൽ ഇപ്പം 3000+ സ്റ്റുഡൻസ് ഉണ്ട്. CBSE സ്കൂളാണ്. അതിനൊരു യൂണിവേഴ്സിറ്റി ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് ഞാൻ നാട്ടിന് കൊടുത്ത വാഗ്ദാനമാണ്. ഇത് രണ്ടും എനിക്ക് നഷ്ടപ്പെട്ടാണ്. എനിക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അപ്പം ഞാൻ നാട്ടിൽ തിരിച്ചു വന്ന് എനിക്കൊരു സ്കൂള് ദൈവമായിട്ട് വിളിച്ച് തന്നു. ഞാൻ 1 മുതൽ 4 വരെ പഠിച്ച സ്കൂളാണ്. അതിൻ്റെ തൊട്ട് ബാങ്ക് ലേലം ചെയ്യണേ 3 ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആയി ഒരു 35 lakhs ഒരു ഫാമിലി നടത്തിയിരുന്ന ഒരു CBSE നാട്ടിൽ CBSE സ്കൂളിൻ്റെ ആവശ്യമായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ 250 സ്റ്റുഡൻസ് ഒക്കെ ഒരു ടിൻ ഷീറ്റൊക്കെ ഇട്ട് എൻ്റെ അടിയിലായിരുന്നു. അവരുടെ ഒരു 70 സെൻറ്റിൽ ബാങ്കിൽ മോർഗേജ് ചെയ്തിട്ട് ഒരു 35 lakhs എന്തോ എടുത്ത് ഒരു 3 ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആയി. അപ്പോൾ ആ ഒരു ബാങ്ക് പബ്ലിക്കായിട്ട് ബാനറൊക്കെ കെട്ടി റിക്കവറി സെല്ലിന് കൊടുത്തിട്ട് ലേലം ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ നിർത്തി. ആ ബാങ്ക് നമ്മളുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞ് ആർഗ്യൂ ചെയ്യേണ്ടി വന്നു. അവരോട് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നെയ്യാറ്റിൻകര പോലെ പാറച്ചാലൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ തെറ്റാണ് കാണിക്കുന്നത്. കാരണം സേവനം എന്ന് പറഞ്ഞിട്ട് ഈ സ്കൂളിലൊക്കെ പോയിട്ട് ഞാൻ പെട്ടെന്ന് ഒരു 3 ഇൻസ്റ്റാൾമെൻറ്റിൽ ആക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നെ വേറെ ആരും ഉണ്ടായിരുന്നു ഈ സ്കൂളിൽ എടുക്കാൻ വേണ്ടി, മനസ്സിലായില്ലേ? അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് അവരോട് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ എന്താണ്, നിങ്ങൾ 35 കോടി തരേണ്ടടുത്ത് നിങ്ങൾ പോയി സ്റ്റിക്കർ ഒട്ടിക്കില്ല. ഈ പാവം സ്കൂളിലെ വില്ലേജിലാകുമ്പോൾ നിങ്ങളിത് ചെയ്യുന്ന തെറ്റ്. കുട്ടികൾ എല്ലാ പിള്ളേരും പേരൻസും ഒക്കെ ടെൻഷൻ. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പിന്നെ റിവൈസ് ചെയ്ത് ഒരു 5 lakhs പെനാൽറ്റിയൊക്കെ മൈനസ് ചെയ്ത് അവർക്ക് കൊടുത്തു. പിന്നെ അത് അവർക്ക് ഒറ്റയും നടത്താനോ പിന്നെ അത് അടയ്ക്കാനോ പറ്റിയില്ല. പിന്നെ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എനിക്ക് എടുക്കേണ്ടി വന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് എൻ്റെ നാട്ടിൽ സ്കൂളിൻ്റെ ആവശ്യം. ഞാൻ പഠിച്ച സ്കൂളൊക്കെ പോയി നടന്ന് ടോയ്ലറ്റ് ചെയ്യട്ടെ, ഞാനത് ഡൈനിങ് ഏരിയ ചെയ്യട്ടെ, നിങ്ങൾ സെയിൽ തരണമെങ്കിൽ ഞാനത് മേടിച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരുപാട് പൈസ ഉണ്ടാക്കാനല്ല, നാട്ടിൻ്റെ സേവനമാണ്, നാട്ടിൻ്റെ നഷ്ടപ്പെട്ടാണ്.
ഞാൻ ഫസ്റ്റ് ടൈം തന്നെ വന്നപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ഈ റെസ്റ്റോറൻറ്റിലൊക്കെ വർക്ക് ചെയ്ത് കിട്ടിയ 2 വർഷത്തെ പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് ആദ്യം എൻ്റെ വില്ലേജിൽ 1 മുതൽ 4 വരെ പഠിച്ച സ്കൂളിൽ ടോയ്ലറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടുത്തെ ഹെഡ് മാസ്റ്റർ അടുത്ത് പോയി. അവരെന്നെ കളിയാക്കി, കാരണം അത് പഞ്ചായത്തിൻ്റെ ആണ്. അപ്പോൾ അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ 4 ചുമര് മാത്രമായിരുന്നു കൊച്ചിയിൽ. ആദ്യത്തെ അനുഭവമാണ്. അപ്പോൾ അതിനകത്ത് പോകുമ്പോൾ ശ്വാസം മുട്ടും. 4 ചുറ്റിൽ ഒരു ഓവ് വെച്ചിട്ട് അതിനകത്ത് കുട്ടികളുടെ യൂറിൻ കെട്ടിക്കിടക്കും. അതിൻ്റെ മുകളിൽ ബ്ലീച്ചിങ് പൗഡർ ഇടും. അവിടെ പോകണം യൂറിൻ പാസ് ചെയ്യാൻ. കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും, ശ്വാസം മുട്ടല്. വെളിയിൽ യൂറിൻ പാസ് ചെയ്താൽ അടി തരും. ആ ഒരു മൈൻഡിൽ അന്നും പോലെ ഉണ്ട്, നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. ഞാനിപ്പം ചെയ്ത സ്കൂളിൽ 4 ക്ലാസ് റൂം കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കുള്ള ആവശ്യം ഒരു 5 സ്റ്റാർ പ്ലസ് ആയിട്ട് ടോയ്ലറ്റാണ് എനിക്ക് എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അവരത് തന്നില്ല, ഇതൊക്കെ നിമിത്തമായിരിക്കാം എനിക്ക് ചെയ്യാൻ. എൻ്റെ സാഹിബ് സോ ഉദയ സമുദ്ര എന്ന് പറയുന്നത് പ്രോബബ്ലി വൺ ഓഫ് ദി ഫസ്റ്റ് ബീച്ച് റിസോർട്ട്സ് ഇൻ കേരള ആണോ? അല്ല അല്ല, ഓക്കെ. പക്ഷെ എന്നാലും അതിലൊരു വലിയ എന്താ പറയുക, ഒരു ലാൻഡ്മാർക്ക് പ്രോജക്റ്റ് ആണല്ലേ അത്? ലാൻഡ്മാർക്ക് ഇപ്പം കൂടുതൽ ഇൻവെന്ററി ഉണ്ട്. ഇപ്പം കൂടുതലും കോൺഫറൻസുകളും ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങും ഒക്കെ ചെയ്യാൻ എനിക്ക് അവിടെ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ആ റോഡ് പോലും ആദ്യം ഫസ്റ്റ് വന്നപ്പം ഈ വെള്ളാറെന്ന് പറഞ്ഞിട്ട് കോവളം വരെയുള്ള ആ പ്രോപ്പർട്ടി വരെയുള്ള ആ ഒരു GV രാജ റോഡ് സത്യത്തിൽ അത് 2 സൈഡും പാറകൾ കൊണ്ടിട്ടിട്ട് എൻ്റെ ഫസ്റ്റ് അനുഭവമാണ്. 27 വർഷം മുമ്പ് 2 സൈഡും പാറകൾ കൊണ്ടിടും. അവിടെ ഒരു പാറമടയൊക്കെ ഉണ്ട്. അവിടെ ഈ ഫാമിലികൾ ഇരുന്ന് പോലെ ഷെഡ് പോലെ ഒന്ന് വെച്ചിട്ട് കൊച്ചു കുട്ടിയൊക്കെല്ലാം മുലയൊക്കെ ഊട്ടിയിട്ടാണ് ചുറ്റിയെല്ലാം കൊണ്ട് അതിനെ പൊട്ടിച്ച് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഈവനിങ് ആകുമ്പോൾ ഒരു കുട്ടികൾ അളന്ന് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നു ആൾക്കാർ ജീവിച്ചിരുന്നത്. അങ്ങനെ റോഡിന്റെ 2 സൈഡും പാറ. അപ്പോൾ വണ്ടി പോകാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇന്നത് മാതൃക റോഡാക്കി ഞാൻ മാറ്റി. പക്ഷെ അവിടെയൊക്കെ അവരെല്ലാം ഞാൻ തൊഴിൽ കൊടുത്തു, അവരെല്ലാം പൈസ കൊടുത്തു. ആ റോഡ് നമ്മൾ ഒഴിപ്പിക്കുക ചെയ്തു, എന്നിട്ട് മാതൃക റോഡാക്കി. പക്ഷെ പ്രയാസം എന്ന് പറഞ്ഞാൽ അന്നും ഈ രാഷ്ട്രീയക്കാർ ആണ് ഈ സ്ഥലങ്ങൾ കൊടുത്തിട്ട് അവരെ ഇന്ന് ഈ കഷ്ടപ്പെട്ട് ചെയ്യുന്നതെന്നും വന്നിട്ട് വൈകുന്നേരം രസീതും കൊണ്ടുവന്നിട്ട് പൈസ എടുത്തൊക്കെ ഇവിടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് മിച്ചൊരു ഗുണ്ടായിസം പോലെ ഉണ്ടായിരുന്നു എന്നുള്ളത് അന്നും മൈൻഡിൽ അതിനെങ്ങനെ മാറ്റും എന്നുള്ളത് ഭയങ്കര പ്രശ്നങ്ങളാണ്. സോ ഈ എന്താ പറയുക, ഉദയസമുദ്ര എന്ന് പറയുന്ന ഒരു ഒറ്റ റിസോർട്ട് കൊണ്ട് തുടങ്ങി ഇപ്പോൾ ഇത്രയും റിസോർട്ട്സുകൾ ഉണ്ട്. എങ്ങനെയാണ് ആ ഒരു ജേർണി നടന്നത്? എൻ്റെ ബോംബെയിൽ എനിക്ക് ആക്ച്വലി എൻ്റെ ബിസിനസ്സുകളുണ്ട്. ഞാൻ എൻ്റെ മാർവാടിയുടെ അടുത്ത് ഹോട്ടലൊക്കെ ജോലി ചെയ്തെല്ലാം പഠിച്ച മാർവാടിയെക്കാളും ഞാൻ ബിസിനസ് അവിടെ നിന്നാണ് പഠിച്ചത്. അപ്പോൾ അതിന് സ്വന്തമായിട്ട് വിട്ടിട്ട് ഞാൻ സ്വന്തമായിട്ട് ബോംബെയിൽ തുടങ്ങിയപ്പം മാർവാടിയെക്കാളും കൂടുതൽ ഹോട്ടൽസ് എൻ്റെ കയ്യിൽ ഇന്നും എൻ്റെ കയ്യിൽ 3-4 പ്രോപ്പർട്ടികളുണ്ട്. അതെല്ലാം ലീസ് ഔട്ട് കൊടുത്തിട്ട് ആണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇതെല്ലാം ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഇൻകം, ഈ 16 മണിക്കൂർ എൻ്റെ അധ്വാനം, ഇതെല്ലാം ഇവിടെ തന്നെയാണ് ഡെവലപ്മെന്റ്സ് ആയിട്ടുള്ളത്. പിന്നെ നമ്മളൊരു ടീം വർക്കാണ്. കഴിവുള്ള ആൾക്കാർക്ക് ഞാൻ ഫുൾ ഫ്രീ ആയിട്ട് കൊടുക്കും, അവരെ ഇന്ന് റിസൾട്ട് വാങ്ങിക്കും. അങ്ങനെയാണ് എൻ്റെ സ്കൂളായാലും എൻ്റെ സ്ഥാപനങ്ങളായാലും എല്ലാത്തിലും കൊടുക്കും. എൻ്റെ സ്കൂളിൽ ട്രെയിനി ആയിട്ട് വന്നിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് വാപ്പിയിൽ ബോംബെയിലൊരു ഫ്രണ്ടാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് എന്നെ അടുത്ത് അയച്ചു ട്രെയിനിങ്ങിന് വേണ്ടി. ഇന്നാണ് എൻ്റെ ഓപ്പറേഷൻ മാനേജറാണ്. കപ്പാസിറ്റി ഉണ്ട്, അവർക്ക് പ്രൊമോഷൻ കൊടുത്ത് ഒക്കെ ചെയ്യുമ്പോൾ അവർ ആ ഒരു സർവീസ് വേറൊരു ഫീൽഡിൽ കാണില്ല. ഈ ബ്രാൻഡ് മാറ്റി ഒരുപാട് ഹോട്ടൽ ബ്രാൻഡ് കമ്പനിക്കാർ വന്നിട്ട് അസോസിയേറ്റ് ചെയ്യാമോ എന്ന് കേട്ടു. ഞാൻ പറഞ്ഞല്ലോ, UDS എന്ന് പറഞ്ഞാൽ വേറെ കമ്പനി. ഇപ്പം നമ്മൾ താജ് പറഞ്ഞുള്ളതിൽ പറയുന്നതല്ല, അതിനേക്കാളും അപ്പുറം ആയിരിക്കണം ഹോസ്പിറ്റാലിറ്റി ഫീൽഡ്. ഇപ്പം എൻ്റെ ഫീൽഡിൽ ഞാനിപ്പം പുതിയതായിട്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ ടൂറിസം കൊണ്ട് വില്ലേജിന് പ്രയോജനമാണ്. എൻ്റെ വില്ലേജ്, അപ്പം ഞാൻ വില്ലേജിനെ ഇപ്പം അഡോപ്റ്റ് ചെയ്തിട്ട് ആ വില്ലേജിൽ ഇനിയിപ്പോൾ ഒരു ഇൻകം ഇല്ല. അവരൊക്കെ ചെങ്കൽ നെച്ചൂർ എന്ന് പറയും. 3 വാട്ടർ ബോഡി ഉണ്ട്, അതിനപ്പുറത്ത് 6 ഉണ്ട്. അതിനിടയിലെല്ലാം അഗ്രികൾച്ചർ ലാൻഡാണ്. അതിപ്പോൾ റബ്ബർ വയ്ക്കാൻ ബാക്കിയുണ്ട്, ബാക്കിയെല്ലാം വച്ചിരിക്കുക. ആൾക്കാർ അറിയില്ല, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് അവരൊന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല. കുളങ്ങളിൽ വെള്ളമില്ല, കനാലെല്ലാം വെട്ടി ഒരു റോഡാക്കി. അപ്പം ഞാനത് തിരിച്ചെടുത്തിട്ട് തിരിച്ചതിനെയൊക്കെ സംരക്ഷിച്ചിട്ട് അവിടെ കൃഷി ചെയ്യണം. പിന്നെ വീടുകൾ തോറും എന്തെങ്കിലും ഇൻകം വരുന്ന രീതിയിൽ ഡയറി ഫാം, പോയിട്രി ഫാം, ഈ മറ്റേ വെജിറ്റബിൾസ് ഫാമിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആളെ സപ്പോർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റ് റേറ്റ് ചെയ്യുന്ന ഒരു 10% എക്സ്ട്രാ കൊടുത്ത് നമ്മൾ തന്നെ പർച്ചേസ് ചെയ്ത് അത് നമ്മൾ ഹോട്ടൽ യൂസ് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ ഈ ടൂറിസ്റ്റുകളെ ഒരു ദിവസം വില്ലേജ് ടൂറിസത്തിന് കൊണ്ടുപോകും.
കാണിക്കും ഇതെൻ്റെ വില്ലേജാണ്, നമ്മൾ കഴിക്കുന്നതായിട്ടുള്ള അവിടെ നിന്ന് ഹോട്ടലിൽ കിട്ടുന്ന ഫുഡെല്ലാം ഇവിടെ നിന്നാണ് വരുന്നത്, ഇതെല്ലാം ഓർഗാനിക്കാണ്. അപ്പം അതുകൊണ്ട് ഈ ടൂറിസത്തിന് വില്ലേജുമായിട്ട് പ്രയോജനം വരണം. എൻ്റെ ഒറ്റ ലക്ഷ്യം ബിസിനസ്സിന് ഇവിടെ വന്നിട്ട് ഒരു മാറ്റത്തിന് വേണ്ടിയല്ല. പൈസ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ബോംബെയിൽ നിന്നാൽ ഇപ്പം നല്ല റിച്ചായിട്ട് എനിക്കൊക്കെ വലിയ ലെവലിൽ എത്താൻ പറ്റും. അതിനുള്ള കഴിവ് മാനേജ്മെൻ്റൊക്കെ എനിക്കറിയാം. പക്ഷേ അല്ല, ഞാൻ ഇവിടെ വന്നിട്ട് സഹിച്ചിട്ടൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. ഒരു ഉദാഹരണം പറയട്ടെ, നമ്മളിവിടെ നിൽക്കുന്നതായിട്ടുള്ള ഈ കൺവെൻഷൻ സെന്ററും ഈ പുതിയ പാലസ്, ഈ പാലസിന്റെ ഏരിയകള് 10 വർഷം ഇവിടെ അടഞ്ഞു കിടന്ന് കാട് പിടിച്ച് കിടന്ന ഒരു വെൽഡിംഗ് റോഡ് ഫാക്ടറി ആയിരുന്നു. വെൽഡിംഗ് റോഡ് അഡ്വാണി വെള്ളിപ്പുണ്ട്. അന്നത്തെ നല്ല രീതിയിൽ പാലസുകാരൊക്കെ കൂടെ ചേർന്നിട്ട് ചെയ്തിരുന്നതാണ് പാർട്ട്ണർഷിപ്പിൽ. നല്ല രീതിയിൽ 50,000 ഒക്കെ സാലറി മേടിച്ചിരുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. 50 കൂടുതൽ സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ഈ രാഷ്ട്രീയക്കാർ വന്നിട്ട് സമരം ചെയ്യിച്ചു. അവർക്ക് ഇനിയും വേണം. അവർക്ക് അറിയില്ല ഇതിലേക്ക് ഇൻകം ഉണ്ടോ, കൊടുക്കാൻ പറ്റുമോ. അവർക്ക് നിവൃത്തിയില്ലാതെ അത് അടഞ്ഞു. പിന്നെ അതിൻ്റെ ഇപ്പോൾ ഒരുപാട് ടാറ്റ മുതൽ ഒരുപാട് ആൾക്കാരുടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്, മെയിൻ ഈ സ്റ്റീലൊക്കെ മേടിച്ചതിൻ്റെയൊക്കെ ഒരുപാട് ക്രെഡിറ്റുകളും പല കേസുകളും ലേബർ പ്രോബ്ലവും അങ്ങനെ വന്നപ്പോൾ ഫുൾ പ്രോബ്ലമായിട്ട് ഇതെല്ലാം ഷട്ട് ഡൗണായി. 10 വർഷം അടഞ്ഞാണ്. അപ്പം ഇത് ആരും എടുക്കാൻ തയ്യാറല്ല. ഒന്ന് നോക്കുമ്പോൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്, ഒരുപാട് പേർക്ക് ഷെയർ വെളിയിലൊക്കെ ഉള്ള ആൾക്കാർ. അപ്പം ഞാൻ റിസ്ക് എടുത്ത് ഞാൻ എടുത്തു. ഞാൻ പാലസാറുമായിട്ട് 99 ലീസ് പ്രോപ്പർട്ടിയൊക്കെ അഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് ഒന്നൊന്നായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ എത്ര കാലം എടുത്തു? 7 വർഷം എടുത്തു. 7 വർഷം. 10 വർഷം അടഞ്ഞു കിടന്നു. പിന്നെ ഞാൻ 7 വർഷം എടുത്ത് ക്ലിയർ ആയതിന് ശേഷമാണ്. എന്നിട്ടും ഇത് തുടങ്ങുമ്പോൾ ഒരുപാട് ആൾക്കാരും മീഡിയക്കാരും രാഷ്ട്രീയക്കാരും അത് കയ്യേറി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ പ്രശ്നം ഒരുപാട് ഞാനിത് ആരുമായിട്ട് ഷെയർ ചെയ്യില്ല, വീട്ടിലും പറയില്ല. കാരണം വീട്ടുകാർ പറഞ്ഞാൽ അവർ ടെൻഷനാണ്. പിന്നെ നമ്മൾ ഫ്രണ്ട് സർക്കിളൊക്കെ പറഞ്ഞ നാളെ ഒരു ബിസിനസ്സുകാർ കേരളത്തിൽ വരണ്ടേ, ഈ പ്രശ്നമൊക്കെ ഞാൻ പറയേയില്ല. പ്രോബ്ലം എന്തൊക്കെ വന്നെന്നൊന്നും പറയില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, നമ്മളെ മീഡിയ ഒരുപാട് പേര് ഉപദ്രവിച്ചെങ്കിലും ഞാൻ അവർക്ക് പിന്നീട് ഞാൻ മറുപടി കൊടുത്തു. നിങ്ങൾ അന്ന് ഉപദ്രവിച്ചില്ലേ, അത് തെറ്റായിരുന്നു അല്ലേ, അത് എന്ത് ചെയ്യാനേ സാറേ. അങ്ങനെ ആ നാടിനെ അങ്ങനെ ആക്കി വച്ചിരിക്കുന്ന ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആലപ്പി എന്ന് പറഞ്ഞ ബെസ്റ്റ് ബാക്ക്വാട്ടറാണ്. ആരും ചെയ്യില്ല, അവിടെ പോവില്ല. അവിടെ ലേബർ പ്രോബ്ലം, റോഡ് പോലും ഇല്ല. അവിടെ വെളിയിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ ശത്രുക്കളെ പോലെ. കാരണം അവരെ ഈ സമരത്തിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും ആദ്യം ഡെവലപ്പ് ആവേണ്ട സ്ഥലം ആലപ്പുഴയാണ്. അങ്ങനെയായിരുന്നു ബിസിനസ് അല്ല. പക്ഷെ അവിടുത്തെ ആൾക്കാർ ബിസിനസ് അതാണ്. അവിടെ നിന്ന് തന്നെ സ്പൈസസ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുജറാത്തികൾ താമസിച്ച് എല്ലാവരും ഇല്ലാതായിക്കണം സമരത്തിന്. അപ്പൊ ഈ സമരത്തിന് ഇപ്പൊ ആൾക്കാരെ കിട്ടാതെ അവിടെ നിന്നാണ് ഈ 500 രൂപ കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള വീടുകളാണ് മാക്സിമം. അപ്പൊ നമ്മൾ ആരെങ്കിലും ഒക്കെ പോകുമ്പോൾ എനിക്കില്ല, അവനുണ്ട്, ആ ഒരു അങ്ങനെ ആക്കി മാറില്ല. അവരുടെ നോട്ടമൊക്കെ എങ്ങനെയായിരുന്നു ആദ്യമൊക്കെ. ഇപ്പോഴത് മാറി. ഇപ്പൊ ഞാൻ അവിടെ പോയി പ്രയാസപ്പെട്ടെങ്കിൽ അവിടെ കുറെ പേര് 100-200 കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടി. പിന്നെ ഈ ടൂറിസ്റ്റുകൾ വരുമ്പോ ഈ ഓപ്പൺ കവർ മുമ്പ് എല്ലാം കവർ ചെയ്ത് വെച്ച് ഒരു സ്ഥലം പോലെ അവർ വിട്ടുകൊടുക്കില്ല. അതിപ്പോ ഓപ്പൺ ചെയ്ത് ഒരു വണ്ടി പാർക്കിങ്ങിന് കൊടുത്താൽ 200 റുപ്പീസ് കിട്ടും. അപ്പൊ 5 വണ്ടി പാർക്കിംഗ് ചെയ്യുമ്പോൾ 1000 രൂപ വരെക്ക് ഇൻകം കിട്ടും. പിന്നെ അവർക്ക് ഫുഡ്, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ പഠിപ്പിച്ച് ഇപ്പൊ ആലപ്പുഴ അതൊക്കെ മാറി. അങ്ങനെയാണ് മാറി. നമ്മള് മലയാളി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആരും ഉപദ്രവിക്കുന്ന ശത്രു ഒന്നും ഉള്ളതല്ല. നമ്മളെല്ലാം മൈൻഡാണ്. പക്ഷെ നമ്മളെ സാഹചര്യം ആണത് അങ്ങനെ ആക്കുന്നത്. അങ്ങനെ സാഹചര്യം ആക്കുന്നതിന് എന്തെന്ന് വെച്ചാൽ ഇവർക്ക് രാഷ്ട്രീയം നിലനിൽക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് സത്യാവസ്ഥ അതാണ്. അപ്പൊ അതിനൊന്ന് മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ വാഗമൺ IAS ട്രെയിനിങ് സെന്റർ എന്നൊക്കെ പറഞ്ഞു. സ്വർഗത്തിന് തുല്യമാണ്. അതിരുന്നാൽ ആ ഭൂമിയും സ്വർഗവുമായിട്ട് ഞാൻ ടച്ച് ആവുന്ന മാതിരിയൊക്കെ ആ ഷേഡോ ഒക്കെ താഴെ വരുന്ന കാണുമ്പോൾ ഇത്രയും ഭംഗിയുള്ള സ്ഥലത്തിനെ നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ടാണ്. ഈ ഒരിക്കൽ എൻ്റെ ഇളയ മോളെ മണിരത്നത്തിൻ്റെ കടൽ പടത്തിൽ ഒരു സോങ് ചെയ്തതിന് പകുതി സോങ് സ്വിറ്റ്സർലൻഡാണ് ഷൂട്ട് ചെയ്തത്. അതിനുശേഷം പകുതി സോങ് വാഗമനാണ് ഷൂട്ട് ചെയ്തത്. സത്യം ആ സിനിമയിലിരുന്ന് കാണുമ്പോൾ അതിനേക്കാളും ഭംഗി നമുക്കാണ്. അതന്നെ. അങ്ങനെ വാഗമണിൽ എനിക്കൊരു 25 ഏക്കർ എസ്റ്റേറ്റ് ഉണ്ട് TS. അപ്പോൾ അവിടെ ഒരു റിസോർട്ട് ചെയ്യണം. അതെല്ലാം ഇന്നോവസിൽ തന്നെ ഞങ്ങളെല്ലാം ഡെവലപ്മെൻറ്റ് ചെയ്യും. ഡയറി ഫാം, പോയിട്രി, വെജിറ്റബിൾ ഫാമിങ് എല്ലാം ചെയ്യും. ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യും. അങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ളതാണ് കേരളത്തിലെ എല്ലാ സ്ഥലവും. 100% ടൂറിസത്തിന് സാധ്യതയുള്ളതാണ് നമ്മളെ കേരളം. അത് ഇല്ലാതാക്കി വച്ചിരിക്കുന്നു. അതിന് മാറ്റത്തിനൊരു മെസ്സേജ് കൊടുക്കുകയാണ് എൻ്റെ പണി. ഇപ്പോൾ കോവളവും മുമ്പേ 6 മാസം അടച്ചിട്ടിരുന്നു. ഫോറിനേഴ്സ് പോയാൽ പിന്നെ ഡൊമസ്റ്റിക്കിനൊന്നും എടുക്കില്ല. ഞങ്ങളാണ് അതിനെ ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് ചെയ്ത് കൊണ്ടുവന്ന് ഇപ്പം കോൺഫറൻസും വെഡ്ഡിങ്സും
ഒക്കെ ഇപ്പൊ കൂടുതലും ഗുജറാത്ത് നോർത്തിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ ഫോറിനേഴ്സിനെ കാണാൻ പോലും ഇല്ല. ഒത്തിരി Yes, UDSൽ ഒത്തിരി കോൺഫറൻസസ് മെഡിക്കൽ നമ്മളെ കൊണ്ടുപോയി അതെ നമ്മൾ കൊണ്ടുവരുന്നു ചെയ്യുന്നു എന്നാണ്. അപ്പം നമ്മൾ അത് സ്റ്റഡി ചെയ്ത് മാറ്റാതെ ഏറ്റവും നല്ല പ്രൈം പ്രോപ്പർട്ടി എല്ലാം ഗവൺമെന്റിന്റെ ഒക്കെയാണ്. ITDC ഒക്കെ ഇരിക്കുകയാണ്. പക്ഷെ അവരൊന്നും മാറാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് സാലറി കൊടുത്തിട്ട് നഷ്ടത്തിലല്ല എന്നാണ് പറയുന്നത്. ഇനി അങ്ങനെയല്ല, നമ്മൾ അതിനെ അപ്ഗ്രേഡ് ചെയ്ത് വേറെ വേൾഡ് ലെവലിൽ പോകുമ്പം കേരളമാണ് ഈ നമ്മളെ ഈ ഭൂലോകത്തിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള സ്ഥലം. ഇതെനിക്ക് എൻ്റെ മനസ്സിൽ എല്ലാ മലയാളീസിനും ഉള്ളതാണ്. നമ്മളെ ഗതികേടാണ് ഇവിടെ നമുക്ക് പഠിച്ചതിന് ശേഷം ഇവിടെ തൊഴിലവസരങ്ങൾ നമ്മളെ കഴിവ് ഇവിടെ തെളിയിക്കാൻ പറ്റാതെ നാടുവിട്ട് പോകുന്നതൊക്കെ. അതുകൊണ്ട് അതിനെ തിരിച്ച് പിടിക്കണം. ഇവിടെ തന്നെ കുട്ടികളെ ഇവിടെ തന്നെ പഠിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വില്ലേജിൽ യൂണിവേഴ്സിറ്റി ആയിട്ട് അത് മാറ്റണം. കുട്ടികളിപ്പം ബാംഗ്ലൂർ ഫ്ലൈറ്റിലോ ട്രെയിനിലോ പോകുമ്പോൾ എല്ലാ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ കാണുന്നത് എവിടെ മക്കൾ കൊച്ചുമക്കൾ അവിടെ പഠിക്കുകയാണ് അവർക്ക് വേണ്ടി. അപ്പം അവിടെ ജീവിതമെല്ലാം അവർക്ക് വേണ്ടിയിട്ട് ഈ കുട്ടികളിൽ പിന്നെ ഈ വേർപാട് പിന്നെ അവിടെ പോകുമ്പോൾ എല്ലാം ഇപ്പം ഈ തെറ്റായിട്ടുള്ള നശകളൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആക്കി കുട്ടികളൊക്കെ അത് ഒരിക്കൽ പെട്ടുപോയാലും വലിയ പ്രയാസങ്ങളാണ്. അങ്ങനെ പിന്നെ കുട്ടികൾ തിരിച്ചു വരാതെ അവർക്ക് ഇഷ്ടപ്പെടില്ല ഈ നാട്ടിൽ വന്ന് അതേപോലെ ഒന്നും സിസ്റ്റം ഇല്ല, ക്ലീൻ അല്ല എന്നൊക്കെ പറയും. പക്ഷെ അതിൽ നിന്നും ക്ലീനാക്കി ബെറ്ററാക്കി നമ്മളെ നാട്ടിനെ മാറ്റാൻ പറ്റും. അതിനുള്ള ബേസിക്ക് ഈ ഭരിച്ചിരുന്നവർക്കൊന്നും ഇതുവരെ ചെയ്തില്ലത് യാഥാർത്ഥ്യമാണ്. നമുക്ക് ചെയ്യാൻ പറ്റും. ആരോ ഒരിക്കൽ എൻ്റെ കൂടെ പറഞ്ഞു, ഞാൻ പല കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആണ്. അപ്പോൾ എൻ്റെ കൂടെ കേട്ടു ആശാൻ ഇതൊക്കെ എങ്ങനെ ചെയ്യാം. ഞാൻ എൻ്റെ കൂടി തുറന്നു പറഞ്ഞു, എന്നെ നിങ്ങളൊക്കെ ഈ കേരളം എന്നെ ഏൽപ്പിക്കുക, ഞാൻ ഈ കേരളത്തിന് എങ്ങനെ ആക്കി തരാം 2 വർഷം കൊണ്ട് കാണിക്കാമെന്നൊക്കെ തമാശയ്ക്ക് പറഞ്ഞാണ്. പക്ഷെ അതിനുള്ള സാധ്യതകളുണ്ട്. അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. So you've been in this business for 4 decades. 40 വർഷം. ഈ 40 വർഷത്തിൻ്റെ ഇടയിൽ കേരളയുടെ ടൂറിസത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു ഫ്രം യുവർ ലെൻസ്? ഈ ആക്ച്വൽ ഉണ്ടായിരുന്നിട്ടുള്ള റിവർ സൈഡ്, ബീച്ച് സൈഡ്, ബാക്ക് വാട്ടർ സൈഡ്, ഹിൽ സൈഡ്, ഈ ബ്രിട്ടീഷുകാരാണ് ഇതൊക്കെ കുറേ നല്ല സ്ഥലങ്ങൾ ഈവൻ മൂന്നാർ പോലും ഡെവലപ്പ് ചെയ്ത് അവരാണ് റിസർച്ചാണ്. അതിന് ഉദാഹരണം ഇടയ്ക്ക് ഈ കർണാടകയിൽ ഒരു ബീച്ച്, എൻ്റെ പേര് പെട്ടെന്നറിയില്ല, ആ ഓം ബീച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആൾക്കാർ ഗോകർണ അതിലേക്ക് പോയി. എന്നെയും വന്നിട്ട് ഓഫർ തന്നു. ഞാൻ മൈൻഡ് ചെയ്ത് ബ്രിട്ടീഷുകാർ കണ്ടിരുന്നെങ്കിൽ അവിടെ ടൂറിസം ചെയ്യുമായിരുന്നില്ല, എന്തുകൊണ്ടാണ് ഇവർ ചെയ്യാത്തത്? അതേപോലെയായിരുന്നു. ഒരുപാട് പേര് അവിടെ പോയി റിസോർട്ടുകൾ ചെയ്തു, ആയുർവേദം ചെയ്തു. 1 വീക്കിനുള്ളിൽ അവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഓടിപ്പോവുക. കാരണം അവിടെ കളർഫുൾ അങ്ങ് മാറും ആ സൺലൈറ്റിൻ്റെ അതിൻ്റെയൊക്കെ. അതേപോലെ കേരളത്തിൽ മൂന്നാർ, തേക്കടി, കോവളം ഇതെല്ലാം ബ്രിട്ടീഷുകാർക്കാണ് റിസർച്ച് ചെയ്തിരുന്നത് അന്നത്തെ. അത് ബേസായിട്ട് വെച്ചിട്ടായിരുന്നു ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ വേറെ ഡെവലപ്മെൻറ്റ്സുകളൊന്നും ചെയ്തില്ല. പിന്നെ അതല്ലാതെ ഡെവലപ്മെൻറ്റ്സ് ചെയ്യേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഏത് വാട്ടർ ബോഡി കിട്ടിയാലും അവർ കൊണ്ടൊന്ന് റിസോർട്ട് ചെയ്യും, അത് സക്സസ് ആവില്ല. ചില ഡെസ്റ്റിനേഷന് ഒരു പേരുണ്ട്. ഇപ്പം ഞാൻ ആലപ്പി പോയി ചെയ്തുകൊണ്ട് എനിക്ക് സക്സസ് ആവും. അത് ഇവിടെ വേറെ സ്ഥലം കൊല്ലത്ത് 1-2 റിസോർട്ടുകളൊക്കെ സക്സസ് ആയില്ല. കാരണം ആ സ്ഥലത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. എന്നാലും ആവും. അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുള്ളതാണ്. അങ്ങനെ പഴയ കുറേ ആൾക്കാർ 6 മാസത്തേക്കാണ് ഞാൻ പറഞ്ഞ മറ്റേ ബാക്ക് പാക്കുമായിട്ടൊക്കെ വന്നിട്ട് നല്ല ബീച്ചുകളൊക്കെ എൻജോയ് ചെയ്തു പോകും. അവർ കഞ്ചാവുന്ന അതെന്നൊക്കെ പറഞ്ഞാൽ തെറ്റായിട്ടുള്ള വഴിയല്ലാണ് ആക്ച്വൽ ടൂറിസം അല്ല. ഇപ്പം ആക്ച്വൽ ടൂറിസം ഇപ്പം ഞാനാണ് മറ്റേ ലീല ക്യാപ്റ്റൻ നായരെ ഇവിടെ കൊണ്ടുവന്ന് ITDC അന്ന് ഗൾഫാർ ഗ്രൂപ്പ് എടുത്തപ്പോൾ അവർ സെയിൽ ചെയ്യണമെന്ന് അറിഞ്ഞപ്പോൾ ഞാനാണ് ക്യാപ്റ്റൻ നായരെ റിക്വസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നത് ഞങ്ങളുടെ നാട്ടിൽ. കാരണം ബോംബെയിൽ നമുക്കൊരു അഭിമാനമായിരുന്നു ലീല. അപ്പം ഞാൻ അദ്ദേഹം റോഡിൻ്റെ അപ്പുറം ഇപ്പുറം താമസിക്കും. ആ ബോംബെയിൽ ഞാനാണ് ആദ്യമായിട്ട് ഈ ഫീൽഡ് ഹോട്ടൽ ഫീൽഡൊക്കെ. അദ്ദേഹം വേറെ ഫീൽഡിലാണ്, ഗാർമെൻറ്റ്സ് ഒക്കെ ആയിരുന്നു. ആദ്യമായിട്ട് അവിടെ ഹോട്ടൽ ചെയ്യുമ്പം അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സാണ് ഞാൻ പറയുന്നത്. എന്നെ വിളിച്ചിട്ട് എന്നെ ഇന്ന് ക്ലാസ് എടുക്കും, എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെ ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നത് മക്കളെയും എൻ്റെ റെസ്റ്റോറൻറ്റിലൊക്കെ അയക്കുമായിരുന്നു. അവിടെയൊക്കെ പോയിട്ട് ഞാൻ നോക്കുമ്പോൾ തന്നെ വിവേകും ദിനേശൊക്കെ ഇവിടെ എങ്ങനെ, അപ്പോഴാണ് അച്ഛൻ പറഞ്ഞിട്ടാണ് മനസ്സിലായില്ലേ. അദ്ദേഹം അങ്ങനെ പഠിച്ചിട്ടാണ് അദ്ദേഹം അവിടെ ഏറ്റവും നല്ല ഹോട്ടൽ ചെയ്തത്. അതൊരു അഭിമാനമാണ്. നമുക്കിന്ന് വേൾഡിൽ ബെസ്റ്റ് ബ്രാൻഡ് എന്ന് പറയുന്നത് ലീലയാണ്. കേക്കും. പക്ഷെ അതിന് ഓണർ ഒരു ഫോറിനർ, മലയാളി അല്ല. ഇപ്പൊ അവര് പോയി. ഇപ്പൊ ഒരു ഫോറിൻ കമ്പനിയാണ് ആ ബ്രാൻഡ്. പക്ഷെ അവർ തുടങ്ങിയവർക്ക് ഫോളോ അപ്പ് ചെയ്യാനോ അതിനെ അപ്ഗ്രേഡ് ചെയ്യാനോ പറ്റിയില്ല. ഒരുപാട് ലോൺ ഇതൊക്കെ ആയിരിക്കാം, പക്ഷെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. പക്ഷെ അദ്ദേഹത്തിന് ഞാൻ
കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ പത്മനാഭൻ്റെ മണ്ണല്ലേ തിരുവനന്തപുരം, എൻ്റെ കണ്ണൂർ വളരെ മോശമാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ പത്മനാഭൻ്റെ മണ്ണിൽ രാജശേഖരൻ പറയുന്നതുകൊണ്ട് വരുന്നു, എന്നെ അറസ്റ്റിനായിരുന്നാ വിളിക്കും, അറസ്റ്റ് പറയുന്നതുകൊണ്ട് ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് ലീല ബ്രാൻഡ് ഉണ്ടാക്കി. ഒരു ദിവസം രാത്രി 2 മണിയായപ്പം അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചു. ഞാൻ നോക്കിയപ്പോൾ ക്യാപ്റ്റൻ കിഷൻ നായർ, അയ്യോ അങ്കിൾ 2 മണിയാ, എന്ത് പറ്റി, ഉറങ്ങിയില്ല, എന്ത് പറ്റി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തൻ്റെ നാട്ടിൽ വന്ന് എൻ്റെ ഉറക്കമൊക്കെ പോയടോ. ഇങ്ങനെ കേട്ടു. ഞാൻ പറഞ്ഞു, ഇതുവരെ സംസാരിക്കാതെ ഒരു ട്യൂണാണ്, എന്താ അങ്കിൾ, നമ്മളെ നാടല്ലേ? അങ്ങനെ ഇല്ല എൻ്റെ നാട് കണ്ണൂരാണ്, അവിടെയാണ് ഞാൻ മോശമെന്ന് കരുതിയത്, പക്ഷെ അതിൽ നിന്ന് മോശമാണ് തൻ്റെ ഈ നാട്. എന്തു പറ്റി? ഞാൻ ബോംബെയിൽ ഇത്രയും തെങ്ങുകൾ കൊണ്ടുവന്ന് അവിടെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് തനിക്കറിയില്ലേ? ഞാൻ പറഞ്ഞു, അതെ, ഇവിടെ എന്നെ തെങ്ങ് കള്ളൻ്റെ എന്നുള്ളൊരു മോഷണ കേസ് എടുത്തോളൂ ഇവിടുത്തെ ലോക്കൽ പോലീസ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു തെങ്ങ് ഇവിടുത്തെ നിന്ന് മാറ്റി നട്ടു ആ ഒരു പാലസ് സൈറ്റിൽ. അപ്പം അതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മുകളിൽ കേസ് എടുത്തു. ആ പാലസ് ഇന്ന് നടത്തുന്നവർക്ക് ഈ ഗവൺമെൻറ് തന്നെ എഴുതി കൊടുത്തു ഈ കേസ് നടത്തും. പക്ഷെ അദ്ദേഹത്തിനെ ഇൻസൾട്ട് ചെയ്തതോ. എന്നിട്ട് എൻ്റെ കൂടെ കേട്ട്, താൻ ഇതെങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? ഇതിവിടെ വന്നിട്ട് ബോംബെയിൽ നിന്ന് വന്നിട്ട് ഇവിടെ എങ്ങനെ ഫേസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ അങ്കിൾ എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ നാട്ടിൽ വന്നത്. നമ്മൾ കുറേ തൊഴിൽ കൊടുക്കുമ്പോൾ നമുക്ക് റെസ്പെക്റ്റ് ഇതൊക്കെ കിട്ടും. ഞാൻ അതൊന്നും പ്രതീക്ഷിക്കാതെ വന്നു. എനിക്കറിയാം എൻ്റെ നാട്ടിൽ ഇതൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാനും അങ്കിളും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് നമ്മളെ നാട്. അദ്ദേഹം പിന്നെ ഇപ്പം ലീല വേറെ വിൽക്കുകയൊക്കെ ചെയ്തു എന്നുണ്ടെങ്കിൽ അതൊക്കെ കുറച്ചാണ്. ഈ ബിസിനസ് ചെയ്യാൻ ഈ നാട്ടിൽ ആരെയും അനുവാദിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ഒരു മാറ്റത്തിൻ്റെ തുടക്കമായിട്ടാണ് ഞാൻ ടൂറിസം ഫീൽഡിൽ വന്ന് ഇത്രയും വർഷം, ഞാൻ 25 വർഷമായിട്ട് പിടിച്ചിരുന്നത്. ഈ തിരുവനന്തപുരത്തിൻ്റെ പാർക്കുകളും എൻ്റെ നാട് നന്നായിരിക്കണം, അതാണ് എൻ്റെ ആവശ്യം. അത് റെയിൽവേയുടെ വെളിയിലിറങ്ങുമ്പോൾ അയ്യങ്കാളി പാർക്ക് നിങ്ങൾ ഇന്ന് കണ്ടിരിക്കുക റൗണ്ട് അബൌട്ട്, അത് ഞാനാണ് ഫില്ല് ചെയ്ത് അത് മനോഹരമായിട്ടൊക്കെ ചെയ്തു. 20 വർഷം സെക്യൂരിറ്റിയൊക്കെ വെച്ചൊരു ബാനറൊന്നും കൊടിയൊന്നും കെട്ടാതേക്ക്. അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് റെയിൽവേ നിന്ന് ഇറങ്ങുമ്പോൾ 1000 രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയും പ്രതിഷേധവും സമരഭൂമി, എന്തിനാരും മുകളിൽ സമരം ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഈ നാട്ടിൽ സമരം ചെയ്യാൻ ഒന്നുമില്ല. അങ്ങനെ ഉള്ള പ്രതിഷേധ ഫ്ലെക്സുകൾ അത് ജീവിത മാർഗമായിട്ട് മാറ്റി, അത് കാണുമ്പോൾ തന്നെ അയ്യോ ഇത് കേരളം ഇങ്ങനെ, അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ആ പാർക്ക് അന്നത്തെ മേയറിൽ നിന്ന് എടുത്ത് 20 വർഷത്തേക്ക് ലോങ് ലീസ്. അവരോട് ഞാൻ ഒരു വാക്കേ കേട്ടോളൂ, എനിക്കിവിടെ ഒരു പെർമിഷൻ തരണം, ഈ റൗണ്ട് അബൌട്ടിൽ ഒരു പ്രതിഷേധ ഫ്ലക്സോ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടികളോ കിട്ടാൻ അനുവദനീയമല്ല. അത് നിങ്ങൾ ഫേസ് ചെയ്യുമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നാൽ ബാക്കി ഞാൻ ഏറ്റു. അങ്ങനെ അവർ അന്ന് ചന്ദ്രിക മേഡം എന്ന മേയർ നല്ല ആണ്, കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും നല്ല ലേഡി, അവർക്ക് അറിവുള്ളവരായിരുന്നു. അവർ എനിക്ക് തന്നു. അങ്ങനെ 20 വർഷം ഞാൻ സെക്യൂരിറ്റി വെച്ചിട്ട് ഞാൻ അവിടെ ആ പാർക്കിന് 6 മാസം മണ്ണൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് ഫൗണ്ടനൊക്കെ ചെയ്ത്. എൻ്റെ ആഗ്രഹമാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോൾ എൻ്റെ പാർക്കുണ്ട്, ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും എന്നെ കാണണം. അല്ല ടൂറിസം ഇവിടെ വന്ന് ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ വന്ന ഒരാളല്ല ഞാൻ. ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ. എൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ വെളിയിൽ നോക്കിയാൽ ആ ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം ഞാനാണ് ചെയ്തിരിക്കുന്നത്. അന്നത്തെ എയർ ഇന്ത്യ മറ്റേ ഗവൺമെൻറ്റിൻ്റെ ആയിരുന്ന സമയത്ത് ഒരു നിലവിളക്കും നിറവറയൊക്കെ വെച്ച് നമ്മൾ തനി കേരളം നിലനിർത്തുക എന്നുള്ള യാഥാർത്ഥ്യമാണ്. സോ എന്താ പറയുക, ഇപ്പം യങ്സ്റ്റേഴ്സ് ഒത്തിരി പേര് ടൂറിസമിലോട്ട് വരുന്നുണ്ട്, ഹോസ്പിറ്റാലിറ്റിയിലോട്ട് വരുന്നുണ്ട്. വാട്ട് ഈസ് യുവർ അഡ്വൈസ് ഫോർ ദെം? എങ്ങനെയാണ് ഒരു എന്താ പറയുക ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കും? ബിക്കോസ് ഇപ്പം നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർട്ടി, ഒരാളുടെ ഒരു പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ആ ഒരു ചെയിൻ ഓഫ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ചെയിൻ ഓഫ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മളിപ്പോൾ വളരെ കുറവാണ് കാണുന്നത്. സോ പീപ്പിൾ ഹു വോണ്ട് ടു കം ഇൻ ടു ദിസ് ബിസിനസ്, വാട്ട് ഈസ് യുവർ അഡ്വൈസ് ഫോർ ദെം? ആക്ച്വലി ഇന്നത്തെ തലമുറയ്ക്ക് ഈ ടൂറിസത്തിനെ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിനെ പറ്റിയിട്ട് അവയർനെസ് ഇല്ല. ഇപ്പം ഞാൻ തന്നെ ബോംബെയിൽ പോയിട്ട് വർക്ക് ചെയ്തതെന്ന് പറയുമ്പോൾ ഒരു ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലാണെന്ന് പറഞ്ഞ് എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര അഭിമാനമാണ് അവർക്ക്. അപ്പം ഞാൻ വർക്ക് ചെയ്ത് ആദ്യം രാജേഷ് റിഫ്രഷ്മെൻ്റ് എന്നായിരുന്നു അതിൻ്റെ പേര്, ഇൻഡസ്ട്രിയൽ ഏരിയയിൽ. അപ്പം ഞാൻ അങ്ങനെ ഞാനൊരു കമ്പനിയാണ്, ഇൻഡസ്ട്രിയലാണ് എന്ന് പറഞ്ഞിട്ടാണ് ലെറ്റർ എഴുതുന്നത്. മനസ്സിലായി? ഒരു ഹോട്ടലിൽ ജോലിയോ അത് വളരെ മോശമില്ല, ആരെങ്കിലും കഴിക്കുന്ന എച്ചിൽ പാത്രങ്ങൾ എഴുതണം, ഇങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഇവർ മനസ്സിലായി. എന്താ അറിയില്ല, ഈ ടൂറിസം ഫീൽഡാണ് ലോകത്ത് ഏറ്റവും സന്തോഷമായിട്ടും ദിവസം തോറും നമുക്ക് ഒരുപാട് ചോയ്സുണ്ട്, നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളും പുതിയ ആൾക്കാരെ കാണുക ചെയ്യാം. അങ്ങനെ അതേപോലെ നമ്മളെ ഈ പ്രകൃതി ഒരു സംഭവം പറയട്ടെ, ഇപ്പം ഈ കാണുന്ന ഈ ഒരു പൂവുണ്ട്, ഇതിന് കല്യാണ സൗഗന്ധ്യം എന്ന് പറയും. ഇത് ഞാൻ ആലപ്പുഴ പ്രോപ്പർട്ടി മേടിക്കാൻ പോകുമ്പോൾ അവിടെ എൻ്റെ ഒരു അച്ഛൻ്റെ വീട് മേടിച്ചു, 30 സെൻറ്റ് വീട്. അതിൻ്റെ ബാക്കിലൊരു വെള്ളക്കെട്ടിൽ
ഈ 5 മൂട് 5 ഒരു വെള്ള പൂവും കണ്ടു. ഞാൻ അവരോട് കേട്ടു, ഞാൻ ഇതെന്താ സാധനം, ഭയങ്കര മണമുള്ളൊരു പൂവാണ്, ചെറിയ മണം. ഞാൻ എന്താ ഈവനിങ് സമയം, അപ്പം ഞാൻ കേട്ട് ഇതിൽ നിന്ന് ഒരു തൈ ഞാൻ എടുത്തോളട്ടെ. അത് അവർ പറഞ്ഞു ഇല്ല, അത് 5 മൂടുണ്ട്, അങ്ങ് എടുത്തോ, ഞാനത് കളയാൻ വെച്ചിരിക്കുകയാണ്. ഞാൻ ആ വീട് മേടിക്കുകയും ചെയ്തു. അപ്പോൾ 5 മൂട് ഞാൻ കൂടെ കൊണ്ടുപോകും. സത്യം പറഞ്ഞാൽ ആലപ്പുഴ എൻ്റെ ഏറ്റവും വലിയ റിസോർട്ട്. ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ള് ഇതാണ്. ഇവിടെ കൺവെൻഷൻ സെൻറ്ററിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ സ്കൂളിൽ, ചെങ്കൽ ക്ഷേത്രത്തിൽ ഈ 5 മൂട് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന്, ഇത് നേച്ചുറലാണ്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വിട്ടിട്ടാണ് എല്ലാം വെളിയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, ജർമ്മൻ്റെ എന്നൊക്കെ പറഞ്ഞ് മറ്റേ ചെറിയ ഇതൊക്കെ ബോൾസായി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് ലക്ഷങ്ങളുടെ രൂപയൊക്കെ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നത്. അത് തെറ്റാണ്. നമ്മളെ നാട്ടിലുള്ള നമ്മളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. നമ്മളെ നാടെന്ന് പറയുന്നത് സ്വർഗമാണ്, സ്വർഗത്തിന് തുല്യമാണ്. ദൈവത്തിൻ്റെ നാടെന്ന് പറയുന്നതിന് യാഥാർത്ഥ്യമുണ്ട്. അത് മനസ്സിലാക്കുക. അതെല്ലാം നശിപ്പിച്ചിട്ട് നമ്മൾ ആഹാര രീതിയായാലും നമ്മളെ ജീവിത രീതിയായാലും നമ്മൾ വേറെ ആൾക്കാരെ ഫോളോ അപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അതിനൊരു മാതൃകയായിട്ടാണ് ഇപ്പം എൻ്റെ ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഞാനൊരു വില്ലേജ്, ഫ്രം അവർ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിട്ടുപോയ കപ്പ, കാച്ചിൽ, ചേമ്പ്, ഇതെല്ലാം കുറേ നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു സ്ഥലത്ത് വയ്ക്കും, ഫ്രം അവർ വില്ലേജ്. എന്നിട്ട് അവിടെയെല്ലാം നമ്മളെല്ലാം കൃഷി ചെയ്യും. ഇതൊക്കെ കഴിച്ചാൽ ഈ അസുഖങ്ങൾ വരില്ല. നമ്മളിപ്പോൾ ഈ വരുന്ന അസുഖത്തിനൊക്കെ മാക്സിമം കാരണം ഈ ഫാസ്റ്റ് ഫുഡുകളാണ്. ഈ ഫാസ്റ്റ് ഫുഡ് ഇപ്പം എവിടെ കാണുമ്പോൾ കുഴിമന്തി, ഇത് മനുഷ്യൻ കഴിക്കുന്ന ആഹാരം അല്ലേ അത്. ഇതൊക്കെ അറബ് രാജ്യങ്ങളിലൊക്കെ ചെയ്തിരുന്നത്. ഇതിനെ കൊണ്ട് നമ്മൾ കഴിച്ചിട്ട് രോഗികളാവുന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. നമ്മളുള്ള ബോയിൽ ഫുഡ് ഈ ഫോറിനേഴ്സ് വരുമ്പോൾ കൂടുതലും ഇപ്പം അവരുടെ മോഡേൺ വെസ്റ്റേൺ പിസ്സ, ബർഗർ ഒന്നും അല്ല കഴിക്കുന്നത്. അവർ കഴിക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് കേരള എന്ത് ഫുഡാണ്. ലാസ്റ്റ് മോദിജി ജയിച്ച അന്ന് മുതൽ അദ്ദേഹം ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ഫുഡ് ഞങ്ങളുടെ ഫ്ലൈറ്റ് കേറ്ററിംഗിൽ നിന്നാണ്. ഇപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പം അദ്ദേഹത്തിൻ്റെ മെനു എന്താണ്, ഇതിപ്പോൾ അവർ മോദിജി പോലും കേരള ഫുഡാണ് കേട്ടത്. അവിയലും തോരനും സാമ്പാർ. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. അതൊരു ജനങ്ങൾക്കൊരു അവയർനെസ് കൊടുക്കുക. അതുപോലെ ടൂറിസമായിട്ട് ഒരു അവയർനെസ്. ഞാനിപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോളേജ് തുടങ്ങി, സ്കൂൾ. അതിൽ വിത്ത് ഡിഗ്രിയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി. അപ്പം അഡ്മിഷൻ കൊടുക്കുന്നു അവർ ഗ്യാരൻറ്റിയോടുകൂടി. +2 കഴിഞ്ഞ് നിങ്ങൾക്ക് 3 വർഷത്തെ കോഴ്സ് വിത്ത് ഡിഗ്രി, ജോബ് ഗ്യാരൻറ്റിയോടുകൂടെ 100% നിങ്ങൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ ചെയ്തിട്ട് ജോബ് ഗ്യാരൻറ്റി. ഇപ്പോൾ മാൽദീവ്സിലൊക്കെ ഒരുപാട് ബ്രാൻഡഡ് ഹോട്ടലുകളുണ്ട്. അവരെല്ലാം നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കൊടുക്കും. അതേപോലെ തന്നെ ഏവിയേഷൻ അക്കാഡമി, എല്ലാ കഴിവുള്ള. ഇപ്പം നമ്മൾ ഫ്ലൈറ്റിൽ എപ്പോഴും നോക്കിയാലും നോർത്ത് ഈസ്റ്റിലെ ആൾക്കാരൊക്കെ കാണും. നമ്മളെ കുട്ടികളെ കാണുക. നമ്മളെ കുട്ടികൾക്ക് നല്ല കഴിവും അറിവും ഉള്ളവരാണ്. ബാക്കിയുള്ളവർക്ക് ഇല്ലയെന്നല്ല, പക്ഷേ അതിനുള്ളുണ്ട്. പക്ഷേ എവിടെ നമ്മളെ ആൾക്കാരെല്ലാം വെളിയിൽ പോയിട്ട് തെളിയിക്കുന്നു, അവിടെ സക്സസ് ആവും. നമുക്കിവിടെ തന്നെ അവർക്ക് കൊടുക്കണം. അങ്ങനെ ഏവിയേഷൻ അക്കാഡമി, ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ വിത്ത് ഡിഗ്രി നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അതെ, ഇപ്പം അത് ഞാൻ 2 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ സൈക്കിൾ സ്കൂളിനെ ഒരു വേൾഡ് ഫേമസ് ആയിട്ടൊരു യൂണിവേഴ്സിറ്റി ആക്കണം അതെൻ്റെ ലക്ഷ്യമാണ്. വില്ലേജ് ആയിരിക്കണം ഡെവലപ്പ് ആവേണ്ടത്. വില്ലേജിൽ നിന്നായിരിക്കണം എഡ്യൂക്കേഷന്, ഒരു ഹെൽത്തി സ്റ്റുഡൻസിനെ ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ വില്ലേജ് ഡെവലപ്പ് ആകുമ്പോൾ നമ്മളുടെ കേരളം വളരെ ഡെവലപ്മെൻറ്റ്സ് ആവും. അതെങ്ങനെ ആകുമ്പോൾ ഭാരതം വേൾഡിലെ ഏറ്റവും മുന്നിൽ പോകും എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ തെളിയിക്കേണ്ട ഒരു കഴിവ് നമുക്ക് ദൈവം തന്ന എല്ലാം ഉണ്ട്. നമുക്ക് ഈ വാട്ടർ ബോഡി കൂടുതലും ഉള്ളത് കേരളത്തിലാണ്. കൂടുതലും മഴ പെയ്യുന്നതാണ്. ഇന്നും കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന നാടാണ്. നമ്മളത് മനസ്സിലാക്കണം. യങ്സ്റ്റേഴ്സ് ഈ നാട് വിട്ട് പോകരുത്. ഈ നാട്ടിൽ തന്നെ തൊഴിലവസരങ്ങളുണ്ട്, അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതാണ് എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നത്, ചെയ്യുന്നതൊക്കെ. നമ്മൾ ഒത്തിരി രാഷ്ട്രീയത്തിനെ പറ്റി പറഞ്ഞു. എന്താണ് സാറിൻ്റെ രാഷ്ട്രീയം? എൻ്റെ രാഷ്ട്രീയം, ഞാൻ കൊച്ചിയിലെ RSSൻ്റെ സ്വയംസേവനായിട്ട് സംഘത്തിൽ ജോയിൻ ചെയ്തത്. എൻ്റെ OTC ഒക്കെ കഴിഞ്ഞിട്ടാണ്, ഒരു മുഖ്യവിഷ കഴിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ നാട് വിട്ട് പോകുന്നത്. അതിനുശേഷവും എൻ്റെ പ്രവർത്തനം അതാണ്. ഒരു വ്യക്തി ഡെവലപ്മെൻറ്റ്സാണ് സംഘവും ശാഖയും ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഞാനായിട്ട് ഇന്ന് ജീവിക്കുന്നത്. എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ നാട്, ദേശം, ഒരിക്കലും അടുത്തയാളുടെ ജാതിയോ മതമോ അങ്ങനെയൊന്നും നമ്മൾ നോക്കാം. എല്ലാവരും ഒരേപോലെ കാണുന്ന, ഗുരുദേവനോ അയ്യങ്കാളിയൊക്കെ പന്നത്താചാര്യൊക്കെ പറഞ്ഞതായിട്ടുള്ള യാഥാർത്ഥ്യം നടപ്പിലാക്കുന്ന ഒന്നാണ് ഈ സംഘം എന്ന് പറയുന്നത്. അത് തെറ്റിദ്ധരിച്ചൊക്കെ പറയുന്നുവെങ്കിലും പക്ഷെ അതിലൂടെ ഞാൻ പ്രവർത്തിച്ച്, ഞാൻ ബോംബെ പോയാലും അതിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത്. അതിലൂടെ വന്ന് രാജഗോപാൽജി ആദ്യം BJPയുടെ രാജ്യസഭ സീറ്റ് കൊടുത്തപ്പോൾ നമ്മൾ ബോംബെയിൽ ഒരു സ്വീകരണമൊക്കെ കൊടുത്തു. ആ സ്വീകരണത്തിൽ ഞാനാണ് എൻ്റെ മുഖ്യ അതിഥിയായിട്ട്. ഞാനത് കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമേ ആയുള്ളൂ.
എൻ്റെ വീടിൻ്റെ ദാദറിൽ നിന്ന് അന്തേരിയിൽ താമസിക്കുമ്പോൾ ഞങ്ങൾ എൻ്റെ വണ്ടി കൊണ്ടുപോയി അന്ന് രാജ്യസഭ അദ്ദേഹത്തിന് ഞങ്ങൾ എല്ലാവർക്കും സദ്യയും ഫുഡും ഒക്കെ കൊടുത്ത് അന്ന് മുതൽ അദ്ദേഹത്തിന് ഞാൻ പറയുന്ന എല്ലാ ഇലക്ഷനും അദ്ദേഹത്തിന് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയും ഡ്രൈവറും എൻ്റെ പൈസ ഇതൊക്കെ നമ്മൾ ചിലവാക്കിയാണ് ബോംബെയിൽ നിന്ന് വന്നിട്ട് ആർക്കും അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന് എംഎൽഎങ്കിലും ആക്കി. കാരണം ഒരു മാറ്റമാണ് ആവശ്യം. ആ മാറ്റം BJP എന്ന് പറയുന്നത് വികസനമാണ്, ഈ നാട്ടിൻ്റെ വികസനമാണ്, ഇവിടുത്തെ ആൾക്കാരുടെ വികസനമാണ്. ഇതാണ് ഈ നാട്ടിൻ്റെ ആവശ്യം. രാഷ്ട്രീയം കൊണ്ട് വേറെ തെറ്റിദ്ധരിക്കുകയല്ല. ഈ നാട്ടിനെ സ്വന്തം അമ്മയെ തെറി പറയുന്നത് പോലെയാണ് സ്വന്തം ജനിച്ച നാടിനെ കളിയാക്കുന്നത്. അതൊന്നും ഇവർക്ക് മനസ്സിലാവില്ല. അതിനെ സംരക്ഷിക്കുന്ന നമ്മളെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഞാനൊരു ഭാരതീയ ജനതാ പാർട്ടി ഒരാഴ്ച ഗോപാൽജി റിട്ടയർഡായി അതിനുശേഷമാണ് ഞാൻ നെയ്യാറ്റിൻകര കാൻഡിഡേറ്റ്. അദ്ദേഹം തന്നെയാണ് എന്നെ കാൻഡിഡേറ്റ് ആക്കിയതും നിർബന്ധിച്ചാക്കിയതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുകയാണ്. പക്ഷേ മോദിജി പോലും ഒരിക്കൽ ഗുജറാത്തിൽ എന്നെ ടൂറിസത്തിന് വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പറഞ്ഞു അവിടെ എല്ലാ സൗകര്യങ്ങളും എൻ്റെ കൂടെ ഓഫർ ചെയ്തു. അവിടുത്തെ ലാൻഡ് പോലും എല്ലാം ഫ്രീയും ലോണും ഒക്കെ. അദ്ദേഹം ഗുജറാത്തിൻ്റെ CM ആയിരിക്കുമ്പോൾ ഈ മസ്കറ്റ് ഹോട്ടലിൽ വെച്ചായിരുന്നു. അദ്ദേഹം പറയുക ബോംബെ ജാക്കെ ക്യോ ഇതർ ദിമാഗ് ഖരാബ് കറേ കേരള അത്ര മോശമാണെന്നുള്ളതിലാണ് ഞാൻ പറഞ്ഞ് ഈ ഗുജറാത്തിൽ ഇത്രയൊക്കെ ഓഫർ കൊടുക്കുമ്പോൾ അവിടെ വരാൻ ആൾക്കാർ കാണും, പക്ഷെ ഒന്നും കിട്ടില്ല. ഇവിടെ അങ്ങനെ പറയും ഈ ടെൻഷനാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കും, ഇവിടെ തന്നെ എനിക്ക് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി തോളി തട്ടിയാണ്. അത് 2014 ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ക്യാൻവാസിങ് ഫംഗ്ഷൻ അവിടെ ആയിരുന്ന വലിയ ഫംഗ്ഷൻ ശംഖുമുഖത്ത്. അത് കഴിഞ്ഞിട്ട് ടയേർഡായിട്ട് 9 മണിക്ക് ശംഖുമുഖത്ത് എൻ്റെ ഹോട്ടലിൽ വന്ന് ഞാൻ അപ്പുറം ഇരുന്ന് ചായയും കുടിച്ച് അദ്ദേഹം ഡോക്ടറെ കഴിക്കുന്ന സമയത്ത് ഞാൻ ഓർമ്മിപ്പിച്ചു, അന്ന് ഗുജറാത്തിലേക്ക് വിളിച്ചിരുന്നു, ഞാൻ അവിടെ വന്നിരുന്നുവെങ്കിൽ ഇന്ന് ഇവിടെ അങ്ങേക്ക് ഒരു ടോയ്ലറ്റിൻ്റെ സൗകര്യം പോലും ഇല്ല എന്ന് ശംഖുമുഖത്ത് ഞാനന്ന് അത് ഓർമ്മിപ്പിച്ചു. അതിൻ്റെ ആവശ്യമാണ്. നമ്മൾ നടത്തില്ല ചെയ്യില്ല എന്നാണ്. നമ്മൾ പിന്നെ ഫൈനാൻസ് പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഒരു ബിസിനസ്സിൻ്റെ പുറകെയല്ല പോയിട്ട് നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. ചില ടീച്ചേഴ്സ് നമ്മളെ വില്ലേജിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കും, ഫ്രീயாக പഠിപ്പിക്കും. അവർ വെളിയിൽ പോയാൽ ട്യൂഷൻ ക്ലാസ്സും അതുമൊക്കെ ഇട്ടാൽ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും. പക്ഷെ അവർ നാട്ടിലെ കുറേ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ അവരുടെ ജീവിതം ധന്യമായി എന്ന് അവർക്ക് സ്വയം തോന്നൽ വരും. ആ തോന്നൽ എനിക്കുമുണ്ട്. എൻ്റെ നാട്ടിൽ വന്ന് കുറേ തൊഴിൽ കൊടുക്കുക, എൻ്റെ നാട്ടിനെ സംരക്ഷിക്കുക, വികസനം കൊണ്ടുവരിക, അതിലാണെങ്കിൽ രാഷ്ട്രീയം ആവശ്യമാണ്. അല്ലെങ്കിൽ നാളെ പോയിട്ട് ഞാൻ ഇപ്പോൾ NSSൽ ഞാൻ ആക്റ്റീവാണ്, NSSൽ പോയി എന്തെങ്കിലും കാര്യം പറയുമ്പോൾ എല്ലാം ഒരു പോസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ കേൾക്കും, നീ ആരാ എൻ്റെ കൂടി പറയാം. അപ്പം അതേപോലെ നാട്ടിലൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഒരു സ്ഥാനം വേണം. നല്ലൊരു പാർട്ടി ഇപ്പോൾ UP ബീഹാർ മുതൽ എല്ലാ സ്റ്റേറ്റുകളും വികസനത്തിലാണ്. അപ്പോൾ അത് നമ്മളെ കേരളമാണ് ആദ്യം വികസനത്തിന് വേണ്ടത്. അതില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിലേക്ക് വേണ്ടിയിട്ടൊരു പാർട്ടിയുടെ ആളായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നതുകൊണ്ട് നെയ്യാറ്റിൻകര 2ാമത്തെ പ്രാവശ്യം ഇലക്ഷനിൽ നിന്ന് 4-ാം തീയതി അറിയാം എൻ്റെ റിസൾട്ട് എങ്ങനെയാണ്. അധികം ചിലപ്പം പ്രതീക്ഷ ഇല്ല തന്നെയാണ്, പക്ഷേ ഒരു മാറ്റം തീർച്ചയായും നമുക്ക് ചെയ്യുവാൻ സാധിക്കും. നാട്ടിൻ്റെ ആവശ്യമാണ്. UDS അതായത് ഉദയസമുദ്ര എന്താണ് ഭാവി പരിപാടി? ഉദയസമുദ്ര ഒരു ബ്രാൻഡ്, ഹോട്ടൽ ഇൻഡസ്ട്രി, ടൂറിസം ഇൻഡസ്ട്രി എങ്ങനെ ഇരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞു ഈ ഹോട്ടൽ ഹോസ്പിറ്റലിൻ്റെ എൻ്റെ വില്ലേജിന് പ്രയോജനമാണ്. എൻ്റെ വരുന്ന അതിഥികളെ എങ്ങനെ സ്വീകരിക്കണം, അവിടെ എങ്ങനെയുള്ള ഫുഡ് കൊടുക്കണം, എങ്ങനെയുള്ള സർവീസ് കൊടുക്കണം. ഇത് നമ്മൾ കുറേ ഫോറിൻ അവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നതല്ലാതെ അതിനപ്പുറം നമുക്ക് ചെയ്യുവാൻ സാധിക്കും. നമ്മളെ കേരളത്തിലുള്ള അതിഥി സൽക്കാരം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഞാൻ പറയും, ഞാൻ ബോംബെയിൽ നിന്ന് വരുമ്പോൾ എൻ്റെ ട്രിവാൻഡ്രത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടാക്സി എടുത്തിട്ട് അവിടെ വീട്ടിൽ പോകും. ആ വീട്ടിൽ പോകുമ്പോൾ ആ വരുന്ന ഡ്രൈവറിനെയാണ് അച്ഛൻ വിളിച്ചിട്ട് ആദ്യം ആഹാരം കൊടുക്കുന്നത്. ഞാൻ കേൾക്കും, അമ്മ കേൾക്കും, മോൻ ഇത്രയും 1 വർഷം കഴിഞ്ഞിട്ട് വന്നിട്ട് അവന് ഒന്നും കൊടുക്കാതെ ഈ വന്ന ഡ്രൈവറിന് എന്തിനാണ് നിങ്ങൾ വിളിച്ചു കൊടുക്കും. അച്ഛൻ പറഞ്ഞു, എൻ്റെ മോനെ അവിടെ തിരുവനന്തപുരത്ത് നിന്ന് ഇതുവരെ കൊണ്ടുവന്നത് സേഫായിട്ട് അവനാണ്. അപ്പോൾ അവൻ്റെ ഒരു കേസ് അത് അതാണ് നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യമായിട്ട് അമ്മമാർ അതൊക്കെ നമ്മൾ ഹോസ്പിറ്റാലിറ്റിയിൽ നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പം നമ്മളടുത്ത് വരുന്ന ഉദയസമുദ്രയിൽ വരുന്ന ഡ്രൈവേഴ്സിനാണ് കൂടുതൽ റെസ്പെക്റ്റ്. നമ്മൾ അവർക്ക് അക്കോമഡേഷൻ നല്ല കൊടുക്കുക, അവർ നമ്മളുടെ ഫുഡ് കൊടുക്കും, അവരാണ് നമ്മളുടെ അടുത്ത് ഗസ്റ്റ് കൊണ്ടുവരുന്നത്. അവരെ കൊണ്ട് ജീവിക്കുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുമ്പോൾ അതങ്ങനെയാണ്. ഇപ്പോൾ സ്റ്റാഫിൻ്റെ ക്വാർട്ടേഴ്സ്, സ്റ്റാഫിൻ്റെ അക്കോമഡേഷനാണ് ഞാൻ ആദ്യമായിട്ട്. ഉദാഹരണത്തിന് എൻ്റെ 5 സ്റ്റാർ ആദ്യമായിട്ട് ഉദയസമുദ്രയ്ക്ക് കിട്ടിയപ്പോൾ 1 മാസം അവിടുത്തെ വർക്ക് ചെയ്യുന്ന ഗാർഡനർ മുതൽ തൂക്കണവർ മുതൽ ക്യാപ്റ്റനോ മുതൽ മാനേജർ മുതൽ അവരുടെ ഫാമിലിയെ ഫുള്ളാണ് കൊണ്ടുവന്ന് ഞാൻ ഫ്രീ ആയി താമസിപ്പിച്ചു. ഫുള്ള 1 മാസം അതായിരുന്നു. അതൊരു പറഞ്ഞ് സെക്യൂരിറ്റി. വരുന്നവൻ
ആ ബംഗാളിൽ നിന്നൊക്കെ കൊണ്ടുവന്നു. വരുന്നവർ ചെരുപ്പിടാതെ ആയിരിക്കാൻ വരുന്ന ഫിഷർമാനും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ അവരെ ഒരു വിധത്തിലും ഇൻസൾട്ട് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മളെ ഗസ്റ്റിനെ റിസീവ് ചെയ്യുന്നത്. അതിൽ നിന്ന് റിസീവ് ചെയ്യുക, 2 ദിവസം ഫ്രീ ആയിട്ട് താമസിക്കുക, അവരുടെ ബോഫെ എല്ലാ ഫുഡും ഒക്കെ കൊടുത്തിട്ടാണ് പിന്നീടാണ് ഞാൻ അത് 5 സ്റ്റാറായിട്ട് നമ്മൾ ബാക്കിയുള്ളവരാണെങ്കിൽ വിളിച്ച് പാർട്ടി ഇതൊക്കെ ചെയ്യില്ല, അവർക്കാണ് കൊടുത്തത്. അപ്പോൾ അവർക്ക് അവരുടെ വീട്ടിൽ പോയാൽ അവർ ഈ ജോലി ചെയ്യുന്നവരോട് അവരുടെ വീട്ടുകാർ കേൾക്കില്ല 5 സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ എങ്ങനെയുള്ള ഫുഡാണ്, എങ്ങനെ താമസമാണെന്ന് അവർക്കറിയാം. ഞാനും പോയി അനുഭവിച്ചു എന്നുള്ളത്. കാരണം അല്ലെങ്കിൽ അവരുടെ ലിമിറ്റിന് അപ്പുറത്തിൽ നിർത്തും. അതാണ് UDSൻ്റെ എന്ന് പറയുമ്പോൾ നമ്മളുടെയൊക്കെ കാഴ്ചപ്പാട്. ഞാൻ അതിൻ്റെ ഫസ്റ്റ് ഇനോഗ്രേഷൻ ഞാൻ വർക്ക് ചെയ്തിരുന്നതായിട്ടുള്ള മാർവാടി അഗർവാളിനെ കൊണ്ടുവന്നിട്ടാണ് ഫസ്റ്റ് റൂം കൊടുത്ത് അവർ എൻട്രി ചെയ്തിട്ട് അതിന് ഇനോഗ്രേഷൻ ചെയ്യും. ഇതൊക്കെയാണ്, അല്ലാതെ നമ്മളൊരു പബ്ലിസിറ്റി ഒന്നുമില്ല. ഞാൻ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ഒരുപാട് ക്ഷേത്രങ്ങളിലൂടെ ചെയ്തിട്ടുണ്ട്. പാളയം ക്ഷേത്രം ആയാലും ആർക്കും അറിയില്ല ആര് ചെയ്തു എന്നുള്ളത്. നമുക്ക് പബ്ലിസിറ്റി അല്ല, പക്ഷേ നമുക്ക് ചെയ്യുക, അത്രയും മാത്രമേ ഉള്ളൂ. നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുക. അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. അത് നാട്ടിൻ്റെ പ്രയോജനം വരണം, അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് നല്ലൊരു ഫ്യൂച്ചർ വരണം. ഞാൻ ആദ്യം പറഞ്ഞാണ്, ട്രെയിനിങ് വന്നവൻ നമ്മൾ ഓപ്പറേഷൻ മാനേജറായിട്ട് അവിടെ പ്രൊമോഷൻ കൊടുത്തു വന്നു. വേറെ ഹോട്ടലിൽ ചെയ്യില്ല, അവരെ പോയിട്ട് വേറെ പോയി തിരിച്ചു വന്നാൽ ജോയിൻ ചെയ്യിച്ചാണ് അവരെ വേറെ പോസ്റ്റ് കൊടുക്കുന്നത്. ഇതൊക്കെയാണ് ഉദയസമുദ്ര ഒരു ബ്രാൻഡിൻ്റെ ബാക്കി ഹോട്ടൽസിൻ്റെ ആയിട്ടുള്ള വ്യത്യാസം. ഇതൊക്കെ ഒരു മെസ്സേജായിട്ട് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഞാൻ എപ്പോഴും എൻ്റെ ആൾക്കാരോട് പറയും, ഞങ്ങൾ വേറെ ഹോട്ടലിൻ്റെ താജ് ഓബറോയ് മുതൽ എല്ലാ ഹോട്ടലിൻ്റെ ഫോളോ അപ്പ് അല്ല ചെയ്യേണ്ടത്, അവർ നമ്മളെ ഫോളോ അപ്പ് ചെയ്യണം, അത് നമ്മളതായിട്ടുള്ള തനതായിട്ടുള്ളത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കും. So thank you so much for spending so much time with us and really appreciate being on Walk With Me. Thank you.